ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു കൂമ്പ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് പോത്തിൻ്റെ കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അരിഞ്ഞെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനത് ഇന്നലെ കൊണ്ടുവന്നത്, ഇന്നലെ ഞാൻ എടുത്തില്ല, അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എടുത്ത് പുറത്തോട്ട് വെച്ചേക്കും, അതിൻ്റെ ഐസ് വിടാൻ വേണ്ടിയിട്ടേ. ഐസൊക്കെ വിട്ട് ഞാനത് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിനകത്തോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ പൊടി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ഇച്ചിരി കായവും കൂടെ ചേർത്ത് കൊടുക്കണം. അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പെല്ലാം കൂടെ ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് കൂടി കഴുകി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അത് അടച്ച് വെച്ച് ഒന്ന് വിസിലടിപ്പിച്ച് എടുക്കാം. ഞാനൊരു 3-4 വിസിലടിച്ച് എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടപ്പേ വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതൊന്നൊരു വിധം വാടി വന്നപ്പോഴത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു 2 സവാള ഞാനാണെങ്കിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് കുറച്ച് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് ഏകദേശം വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളി കൂടി ഞാൻ അരിഞ്ഞിട്ട് വഴട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂമ്പ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചുവനെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് ആ വെള്ളം ഒന്ന് വറ്റണമല്ലോ. കൂമ്പെല്ലാം ചുവനെ വെന്തതാണ്. ആ വെള്ളം വറ്റാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് ഉടയാൻ വേണ്ടിയിട്ടേ ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂമ്പ് ഫ്രൈ അഥവാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കൂടെ ഞാൻ കുറച്ച് കരിയാപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ നമുക്ക് തൂവി ഒഴിച്ച് എടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂമ്പ് ഫ്രൈ ഇവിടെ റെഡിയായി. ഫ്രൈ റോസ്റ്റോ സ്വല്പം ഗ്രേവി ഉണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീണ്ടും വേറൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ് കൂട്ടുകാരെ.